എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാടിന് നടക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ സ്ഥിരം കേട്ട് അതിലൊന്നും വലിയ പുതുമയൊന്നും ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് നവജാത ശിശുക്കളെ ഒന്നിനെയല്ല രണ്ടെണ്ണത്തിനെ പെറ്റ അമ്മയും അതുപോലെ ജന്മം നൽകിയ പിതാവും കൂടി ചേർന്ന് കൊല ചെയ്ത ആ ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കേട്ട ഒരു കാര്യമാണ് +2 പഠിക്കുന്ന പെൺകുട്ടിയെ സ്വന്തം കാമുകൻ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള വാർത്ത. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉത്തർപ്രദേശിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാവരും കൊട്ടിഘോഷിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പലരും, എല്ലാവരുടെയും കാര്യമല്ല, പലരും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ കോണകം കിടന്ന് ആടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്തല്ലേ, ആദ്യം നമ്മുടെ കേരളത്തിലെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആദിത്യനാഥിൻ്റെ കോണകം നോക്കിയിരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആലപ്പുഴയിൽ ആ ഒരു പിതാവ് ആ ഒരു മകളെ എന്തിനിങ്ങനെ ചെയ്തു എന്ന് നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും ആദ്യം മനസ്സിലാവാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരികയാണ്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ സ്വന്തം വീട്ടിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം. സ്വന്തം വീട്ടിൽ വന്നിട്ടും അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാണ്ട് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോവുക, അതിനുശേഷം ലേറ്റായിട്ട് വരിക, ഇതൊക്കെ ശരിക്കും ആ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ശരിക്കും അതിനെ ചൊല്ലിയിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു മകള് ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ആ ഒരു പിതാവും ഈ മകളും അമ്മയും ഒക്കെ ആയിട്ട് പല ദിവസങ്ങളിലും കച്ചറ ഉണ്ടാവുമായിരുന്നു. അതൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം കച്ചറ ഉണ്ടാവുന്നതൊക്കെ ഈ ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പെൺകുട്ടി വീണ്ടും വീണ്ടും ഇതുപോലെ വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളപ്പോൾ സ്കൂട്ടിയിൽ ഇറങ്ങി പോവുക, പിന്നീട് ഇഷ്ടമുള്ളപ്പോൾ കയറി വരിക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല വീടുകളിലും ഇത് സർവ്വസാധാരണമാണെങ്കിലും പെൺകുട്ടികൾ ഇപ്പോൾ രാത്രി പകലെന്നില്ലാതെ സഞ്ചരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ആകുമ്പോൾ ഇതൊന്നും സാധാരണപ്പെട്ട ആളുകൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. സിറ്റിയിലോട്ടൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ വരുമ്പോഴത്തേക്കാണ് അവിടെ പ്രശ്നം. പിന്നെ പോരെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ പോക്കുവരവുകൾ ശരിയായിട്ടുള്ള രീതിയിലല്ല എന്നൊക്കെയുള്ള ആ ഒരു സംസാരവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി പുറത്ത് പോയിട്ട് വരാൻ താമസിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പിതാവും മകളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നു, സംസാരമുണ്ടാവുന്നു. പിന്നെ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു പ്രൊവോക്കേഷനിൽ ആ ഒരു പിതാവ് നിലത്ത് വീണ തോറത്ത് മുണ്ടെടുത്തിട്ട്, തോറത്താണ് എടുത്തിട്ട് മകളുടെ കഴുത്തിൽ മുറുക്കായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടി കൈകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മ തന്നെ പെൺകുട്ടിയുടെ കയ്യെ ബാക്കിൽ വെച്ച് പിടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതാണിപ്പോൾ പിതാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവരം. എന്തല്ലേ, എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടായാലും ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സാണ്. അതെപ്പോഴും ഏത് രീതിയിൽ സഞ്ചരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ആ പിതാവ് ശരി, അവർക്കുള്ള പെട്ടെന്നുണ്ടായ ആ ഒരു ഫീലിങ്സിൽ അയാൾ അത് ചെയ്തു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ മാതാവ് കൈ പിടിച്ച് വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ സാധിക്കുന്നു എന്തോ അറിയില്ല. അപ്പോൾ ഈ ഒരു മകള് അത്രയേറെ ശല്യമായിരുന്നിരിക്കണം ഇവർക്ക്. അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം ഇവർ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് അവളുടെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നു, ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് ചെയ്തത്. അതിനുശേഷം അന്നത്തെ ദിവസം ആ ഒരു വീട്ടിൽ ഈ അച്ഛനും അമ്മയെയും കൂടാതെ ഈ പറയുന്ന പിതാവിൻ്റെ അച്ഛനമ്മമാർ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും ഈ ഒരു സംഭവം നടന്നതിന് ശേഷവും
അന്നേ ദിവസം ആ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുകയായിരുന്നു ചെയ്തത്. ഉറങ്ങിയോ ഉണർന്നിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അന്നേ ദിവസം എല്ലാവരും അവിടെ തന്നെ കഴിച്ചുകൂട്ടി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പിതാവും വീട്ടുകാരും മകൾ ഇതുപോലെ ഉണരുന്നില്ല, വിളിച്ചിട്ട് ഉണരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ചയെടുത്ത് പലരെയും അറിയിക്കാൻ തുടങ്ങി. ഹൃദയാഘാതമായിരിക്കും, ഉറക്കത്തിനിടയിൽ സംഭവിച്ചതായിരിക്കും എന്നാണ് ഈ വീട്ടുകാർ മറ്റുള്ളവരോട് പറഞ്ഞത്. അപ്പോൾ നാട്ടുകാരും വിചാരിച്ചു അതായിരിക്കും സംഭവമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ആ ഒരു വീട്ടിൽ ആ ഒരു പിതാവൊക്കെ വളരെ സൈലൻ്റാണ്. അതുകൊണ്ട് തന്നെ ആരും അതത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് പഞ്ചായത്ത് മെമ്പറോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നതിന് ശേഷം ഈ കുട്ടിയുടെ ശരീരം അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ഒരു സമയത്ത് ഈ കഴുത്തിന് പുറകിൽ പാട് കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പിന്നീട് അവിടെയാണ് എല്ലാവർക്കും ഡൗട്ടായത്. അപ്പോൾ പലരും കരുതി ഈ ഒരു പെൺകുട്ടി ഒരു പക്ഷേ കയറി തൂങ്ങുകയോ മറ്റോ ചെയ്തിട്ട് ഇത് ആ ഒരു സംഭവം പോസ്റ്റ്മോർട്ടമൊക്കെ ഒഴിവാക്കാനും അതിൻ്റെ പിറകിലുള്ള നൂലാമാലകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടുകാർ ഈ ഒരു മരണത്തെ ആത്മഹത്യ ചെയ്തതിനെ നോർമൽ ഡെത്താക്കി മാറ്റാനായിട്ട് തുടങ്ങിയതായിരിക്കും എന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. പക്ഷേ പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ സംഭവം. പിന്നീട് മനസ്സിലായി, രേഖാമൂലം അവർക്ക് മനസ്സിലാവാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കൊലപാതകത്തിൻ്റെതാണ്, അല്ലാണ്ട് ആ ഒരു പെൺകുട്ടി സ്വയം മരിക്കാൻ വേണ്ടി ചെയ്ത കുരുക്കിൻ്റെതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ പിന്നീട് പോലീസുകാരിടപെട്ടു, അവർ വന്നു. അപ്പോൾ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് തന്നെ പോലീസുകാർ ഫസ്റ്റ് വിളിച്ചു. അച്ഛനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ആ ഒരു പിതാവ് പോലീസിനോട് പറഞ്ഞൊരു കാര്യം, സാറേ സഹി കെട്ട് ഞാൻ ചെയ്തു പോയതാണ് സാറേ എന്ന് പറയുകയായിരുന്നു ആ ഒരു പിതാവ് ചെയ്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാവ് പുറകിൽ കൈ പിടിച്ച് വെച്ച് കൊടുക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ കൈ പിടിച്ച് വെച്ച് കൊടുക്കുകയായിരുന്നു ബാക്കിലോട്ട് വെച്ചിട്ട്. ഈ കൊലപാതകം നടന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരനെ അവിടെ വിളിച്ചു വരുത്തുകയായിരുന്നു അത്രേ. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ ശരീരം റൂമിലേക്ക് മാറ്റിയത്. ഇപ്പോൾ അച്ഛനെ അറസ്റ്റ് ചെയ്തു, ഇന്ന് അമ്മയെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അമ്മാവനെയും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിന് കൂട്ടുനിന്നു എന്നുള്ളൊരു കാര്യത്തിൽ. എന്ത് തന്നെയാണെങ്കിലും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ശരിക്കും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രായപൂർത്തിയായി, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വീട്ടിൽ നിന്നും പുറത്തു പോയി വീട്ടിലേക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും കുടുംബത്ത് താമസിക്കുന്നവർക്ക്, അതായത് പിന്നെ പഴയ ആളുകളാണ്, ഇപ്പോഴത്തെ പുതിയ ആളുകൾക്കാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റും കുറച്ചൊക്കെ. പക്ഷേ ശരിക്കും തനി നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. അത് പറയാതെ വയ്യ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് നിങ്ങൾക്ക് ആ സമയത്തൊക്കെ പോകുകയും വരവോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റുന്ന രീതിയിൽ വിവാഹം കഴിച്ചയക്കുന്ന പാരൻസിന് പിന്നീട് അവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തിരികെ കയറി വന്നിട്ട് ഈ തോന്നിയാസം കാണിക്കാണ്ട്, വിവാഹം കഴിച്ചയച്ചു, നിങ്ങൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ അഭയം പ്രാപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് ബാധ്യതയാവാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുക. എന്നാൽ നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട സമയത്തിന് വീട്ടിൽ നിന്നും പുറത്ത് പോവുക, അതുപോലെ നിങ്ങൾക്ക് തോന്നുമ്പോൾ തിരിച്ച് കയറി വരിക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ വീട്ടുകാർക്കത് ബുദ്ധിമുട്ടാണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ടൊരു വീടെടുത്ത് മാറുക. നിങ്ങളൊരു ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് മാറിയിട്ട് അവിടെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇറങ്ങിപ്പോവുകയോ തിരിച്ചു വരികയോ ചെയ്യുക. ശരിക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ പ്രതികരിക്കും. ഒരു പിതാവെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ എതിർക്കും. അപ്പോൾ അദ്ദേഹത്തിന്, ഈ ഒരു മനുഷ്യനെ തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിവാഹം കഴിച്ചയച്ചു, അവിടെ പോലും താമസിക്കാണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു. സാഹചര്യം എന്തും ആവട്ടെ, എന്നാൽ ഇവിടെയെങ്കിലും
പിതാവിന് ഇഷ്ടമല്ല വീട്ടിൽ നിന്നും തോന്നുന്ന സമയത്ത് ഇറങ്ങി പോവുക, തോന്നുന്ന സമയത്ത് തിരികെ കയറി വരിക. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ട് വരികയാണെങ്കിൽ ആളുകൾ വേറെന്തെങ്കിലുമൊക്കെ വേണ്ടാതിനമായിട്ടുള്ള പേരുകളിട്ടായിരിക്കും പറയുന്നത്. അതൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കേട് തന്നെയായിരിക്കും, പിതാവിനെ ആയാലും മാതാവിനെ ആയാലും കുടുംബക്കാരെ ആയാലും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കി വച്ചിട്ട് എന്തിനാണ് പെൺകുട്ടികളെ നിങ്ങളിങ്ങനെ വീട്ടുകാരെ ദ്രോഹിക്കുന്നത്? അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നിങ്ങളെ വിവാഹം കഴിച്ചയച്ചു. നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ വയ്യാത്ത സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും പലപ്പോഴും അവിടെ ഉണ്ടാവുന്ന തെറ്റുകൾ കൊണ്ടാവാം, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാവാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ ഒരു വീട്ടിലെ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അവർ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിവാഹം കഴിച്ചയക്കുന്നത്. നിങ്ങൾക്കും ഒരു ജീവിതം ഉണ്ടാവണം, അവർക്കും ഒന്ന് സ്വസ്ഥമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയിട്ട് തിരികെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് നിങ്ങളുടെ തോന്നിയാസങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്തല്ലേ ജീവിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു വീട് വാടകയ്ക്കെടുത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറണം. വീട്ടുകാർക്ക് വെറുതെ ബാധ്യത ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ആ ഒരു പിതാവിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഒരിക്കലും ആരുടെയും ജീവൻ എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല, തെറ്റ് തന്നെയാണത്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു തെറ്റിലേക്ക് നയിച്ചത് ഈ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ പെൺകുട്ടികളെല്ലാം ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.